അസ്സലാമു യൂനിസാണ്. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ഫാമിലാണ് കേട്ടോ. നല്ല കിടുക്കാച്ചി ഫാം കേട്ടോ, നല്ല അടിപൊളി സംഭവം. പക്ഷെ ഇതൊരു പ്രൈവറ്റാണ്, ഒരാൾ സ്വന്തമായിട്ട് നടത്തുന്നതാണ്. പക്ഷേ ഇവിടെ കുറേ കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടി, കുറേ ഐറ്റംസ് ഉണ്ട് കാണാൻ വേണ്ടി. പക്ഷേ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം, നല്ല അടിപൊളി സ്ഥലം. നോക്കണം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ അടിപൊളിയാണ്. എന്ത് രസം എന്നറിയാം, വളരെ സൂപ്പറായിട്ട് നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി, ഇങ്ങനെ നടക്കാനും ഇതാക്കാനും കുറേ ചെറിയ ചെറിയ സംഭവങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഭയങ്കര രസമാണ് കേട്ടോ, നല്ല അടിപൊളി സ്ഥലം. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരയുണ്ട്, അതേപോലെ താറാവുണ്ട്, മയിലുണ്ട്, മാനുണ്ട്, അതേപോലെ കോഴികളുണ്ട്, പലതരം കോഴികളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, പ്രാവുകളുണ്ട്, പല മോഡൽ പ്രാവുകളുണ്ട്. എല്ലാം ഇങ്ങനെ ഇവർ ചെറിയ ചെറിയ കൂടുകളാക്കിയിട്ട് ഇങ്ങനെ വളർത്തായിരുന്നു കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട്, നല്ല ഒരു ഡിഫറെൻറ്റ് മൂഡ് തന്നെയായിരുന്നു ഇവിടെ വന്നിട്ട് കേട്ടോ. പക്ഷേ ഈ കാണുന്ന എൻ്റെ ഈ സൈഡിൽ കാണുന്നുണ്ട്, ഇതെല്ലാം ഒരുപാട് കൂടുകളാണ്, ഒരുപാട് കൂടുകളുണ്ട് ഇങ്ങനെ കുറേ സംഭവത്തിൻ്റെ. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ കുറേ കോഴികളും, പലതരം കോഴികളുണ്ട്, പലതരം കോഴികളും പലതരം പ്രാവുകളും പലതരം പക്ഷികളും എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊരു ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാണ്. അപ്പം കുറേ പലതരം ആടുകളുണ്ട്. ഞങ്ങൾക്കെല്ലാം ഓരോന്നോരോന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം കാണേണ്ട സംഭവം തന്നെയാണ്. ഞാനിതാ ഇത് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് മത്തനാണ് കേട്ടോ. ഇവർ ശരിക്കും ഇവിടെ വെജിറ്റബിൾ കൃഷിയുണ്ട്. ഇത് നമ്മൾ വളമൊന്നും ഇടാത്ത നല്ല ഫ്രഷ് മത്തൻ്റെ സംഭവങ്ങളാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇത് ഫുള്ള് മത്തനാണ്. ശരിക്കും ഇത് കുറേ വെജിറ്റബിളും കുറേ ഇതെന്താ പറയുക, കുറേ ചെറിയ ചെറിയ വെജിറ്റബിളൊക്കെ ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് കുറേ തരം പ്രാവുകളാണ്, പല മോഡൽ പ്രാവുകളാണ് കേട്ടോ. ഈ കാണുന്ന പല മോഡൽ പ്രാവുണ്ട്. ഇത് മൊത്തം എന്തൊക്കെയോ പ്രാവുകളാണ്. ഇതാ കുറേ പ്രാവുകൾ. പിന്നെ ഇവിടെ മുയലുണ്ട്, സേനാവും പിന്നെ നമ്മളെ ജിയാവും കൂടി മുയലിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുയലാണ് കേട്ടോ. 2 മുയലുണ്ട്, നല്ല അടിപൊളി മുയലാണ്. അവർ മുയലിനെ റാബിറ്റായിട്ട് അവർ കളിക്കുന്നത്. അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് ഇത് കുറേ തരം കോഴികളാണ്, പലതരം കോഴികളുണ്ട് ഇവിടെ. ഒരുപാട് നാടൻ കോഴികളാണ്, പല നാടൻ കോഴികളുണ്ട് ഇവിടെ. ഇത് നമ്മളെ ഫുള്ള് വലിയ വലിയ ആടട്ടാണ്, വലിയ ആടുകളായി കാണുന്നത്. നോക്കടാ, പൊളി ആടാണ്. പിന്നെ ഇതെല്ലാം മൊത്തം കോഴികളാണ്, നമ്മുടെ നാട്ടിലും കാണുന്ന പോലെ ഫുള്ള് കോഴികൾ തന്നെ, മൊത്തം കോഴികൾ ഉണ്ടോ. ഇവിടെയാണ് നമ്മളെ 3 മാനുണ്ട് കേട്ടോ, നല്ല അടിപൊളി മാനാണ്. മാനിനെ ഞാൻ ഇത് കാണുന്നത് കേട്ടോ, നല്ല സൂപ്പർ മാനാണ്. മാനുണ്ടോ, മാനുണ്ടോ. അയ്യോ പോയി കണ്ടാ, നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നൊക്കെ രണ്ടാളും അടിപൊളിയായിട്ട്.
ഇപ്പം നമ്മൾ കൂടെ ഇന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മളെ സിയ സിദ്ദീഖ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് നമ്മളെ ബ്ലോഗിൽ സിയ സിദ്ദീഖും കൂടി നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ബാക്കിയിൽ എന്താണ് ഇവിടുത്തെ ഇത് സംഭവം കണ്ടിട്ട് സിയാക്ക് എന്താ തോന്നിയത്? ഇവിടുത്തെ പിന്നെ മാനിനെയും അതേപോലെ ആടിനെയും ഇതെല്ലാം കണ്ടിട്ട് എന്താ തോന്നിയത്? പറയാം. നല്ലൊരു കാഴ്ചയായിരുന്നു, പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെയെല്ലാം കുറെ കാണുന്നത് നാട്ടില് അതേപോലെ നാട്ടിലെ ഇത് കാണാൻ കഴിയും. പിന്നെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ദുബൈയിൽ നിന്ന് മാന് ആടിനെല്ലാം കണ്ടത്. കുതിര നല്ല അടിപൊളി കുതിര അല്ലേ? അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മളെ സിയ സിദ്ദീഖിന്റെ വിശേഷമാണ് കണ്ടത്. അപ്പം നമ്മൾ സേനാക്ക് എന്ത് പറയാൻ നമുക്ക് നോക്കാം അല്ലേ? സേന സിദ്ദീഖിന്റെ അഭിപ്രായം നമ്മൾ കേൾക്കുന്ന പറയാം. സേന നല്ല രസമുണ്ട് കാണാനല്ലോ, ഹോഴ്സിനെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ കുറച്ചെല്ലാം നല്ലത് ആക്കിനി, എല്ലാരും ഇതാക്കുന്നുണ്ട്, നല്ലത് അടിപൊളി അല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ പിള്ളേരെല്ലാം നല്ല എൻജോയ് മൂഡിലാണ്. പിള്ളേർക്കെല്ലാം ഈ ഫാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻജോയ് മൂഡിലാണ് കേട്ടോ. സിദ്ദീഖും നമ്മളെ ചങ്ങായി തമ്മിൽ നല്ല ഡിസ്കഷനാണ്, പക്ഷേ നല്ല അറ്റ്മോസ്ഫിയർ കേട്ടോ. അതുപോലെ നമ്മളെ വില്ലാളി വീരനായിട്ട് നമ്മളെ കുതിരയുണ്ട് ഇവിടെ, കുതിര നിൽക്കുന്നുണ്ട്, കുതിരയുണ്ട്. അതേപോലെ താറാവ്, ഇഷ്ടംപോലെ താറാവിനെ കൊണ്ടൊരു ഇഷ്ടം പോലെ താറാവ്, കുറേ താറാവുണ്ട്. കുറേ താറാവുകൾ, കുതിര. ഇത് വെള്ളത്തിൻ്റെ ഇതിൻ്റെ വള്ളങ്ങളും മറ്റൊക്കെ സെറ്റ് ചെയ്ത സംഭവം, നല്ല ഭംഗിയുടെ സെറ്റ്. അടിപൊളി. ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട കാഴ്ചകൾ ഒരു പ്രൈവറ്റ് ഫാമിലെ കാഴ്ചകളാണ്. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും മറക്കണ്ട, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.